നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഒരു മുഖ്യധാര മാധ്യമം ന്യൂസ് 80 കേരളം എന്നാണ് ആ ചാനലിൻ്റെ പേര്. അവർ അവരുടെ വിഷ്വൽ മീഡിയയിൽ കൂടിയും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ പേജിലൂടെയെല്ലാം കേരളം ഞെട്ടും, കാത്തിരിക്കുക, നാളെ 10 മണിക്ക് എന്നൊക്കെ പറഞ്ഞ് വലിയ പരസ്യമായിരുന്നു, കാർഡും മറ്റുമൊക്കെ ഇട്ടിട്ട്. അതിങ്ങനെ ഇടവിട്ട് അവർ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ആളുകളെല്ലാം വളരെ ആകാംക്ഷാഭരിതരായിരുന്നു, എന്താണ് ഇവർ കേരളത്തെ ഞെട്ടിക്കാൻ പോകുന്നതെന്ന്. അപ്പം മാത്രമല്ല, ഇവരുടെ ചാനൽ കാണേണ്ടത് എവിടെയാണ് എന്ന് വരെ അവർ പരസ്യം കൊടുത്തിരിക്കുന്നത്. ACB ആണെങ്കിൽ ACB, അല്ലെങ്കിൽ കേരള വിഷൻ, അങ്ങനെ ഓരോന്നിൻ്റെ പേരെടുത്ത് അവർ ആ ചാനലിലെ നമ്പർ സഹിതം പരസ്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവർ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ആളുകൾ ഇത് കണ്ട ആളുകളുടെയൊക്കെ ആകാംക്ഷ കൂടിക്കൊണ്ടിരുന്നു. ഇന്ന് നേരം വെളുത്തു, 7 മണിയായി, 8 മണിയായി, 9 മണിയായി. അത് കഴിഞ്ഞിട്ട് ആളുകൾ നിമിഷങ്ങൾ എണ്ണി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നും ഇതില്ല. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഞെട്ടാൻ നമുക്ക് വട്ടൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ പോലെയാണ്. പക്ഷേ കുറേ ആളുകളെങ്കിലും ഈ സംഗതി നോക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഇവർ ഞെട്ടിക്കാൻ വേണ്ടി ഇവർ പറഞ്ഞ സമയമായി എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവർ കാണിക്കുന്ന സംഗതിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൈബർ അടുത്ത ചതിക്കുഴികൾ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ എന്തോ ഞെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞത്. സൈബർ ലോകം ഉള്ള കാലത്തുള്ള, അതായത് സോഷ്യൽ മീഡിയ തുടങ്ങിയ കാലം മുതലേ ഈ സംഗതികളുള്ളതാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇതിൽ ഞെട്ടാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. സൈബർ അടുത്ത ചതിക്കുഴികൾ, സൈബർ സെല്ലും നിസ്സഹായർ, അവിടെ ചൂഷണം ചെയ്യപ്പെടുന്ന വീട്ടമ്മമാർ, സ്ത്രീകൾ, ചെറിയ പെൺകുട്ടികൾ അടക്കമുള്ളവരുടെ കാര്യങ്ങൾ ഒരു തട്ടമിട്ട ഒരു യുവതി വന്നിരുന്നിട്ട് ഇങ്ങനെ പറയുകയാണ്. ഇതിൽ ഞെട്ടാനായിട്ടൊന്നുമില്ല എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഇനി യാഥാർത്ഥ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ അവർ ഇന്ന് സംപ്രേഷണം ചെയ്യേണ്ട വാർത്തയല്ല ഇത്. ആ വാർത്ത ഒന്നുകിൽ അവർ ഡീല് നടത്തി മുക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ച വാർത്ത അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് വേണം കരുതാൻ. ഇത് അവരുടെ പ്ലാൻ ബിയോ പ്ലാൻ സിയോ മറ്റുമൊക്കെ ആയിരിക്കണം. അതായത് അവർ ഉദ്ദേശിച്ച വാർത്ത അവർക്ക് എയർ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പകരം ആ സമയത്ത് എയർ ചെയ്യേണ്ട സംഗതിയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ചില സിനിമകളിലൊക്കെ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്തോ വലിയ കാര്യം അവരുടെ കൈവശമുണ്ടായിരുന്നു. ഒരുപക്ഷെ രാഷ്ട്രീയമാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉന്നത വ്യക്തിയെ പറ്റിയാവാം. ഇന്നലെ തന്നെ അവരിത് ഈ പരസ്യം കൊടുത്തതിന് ശേഷം അവരുടെ ആളുകൾ ചിലപ്പം അത്തരക്കാരുമായിട്ട് ഫോണിലോ മറ്റുമൊക്കെ ബന്ധപ്പെട്ടിരിക്കാം. ചിലപ്പോൾ ഭീഷണിപ്പെടുത്തി അതിൽ നിന്ന് പിന്തിരിപ്പിച്ചിരിക്കാം. ചിലപ്പോൾ മറ്റെന്തെങ്കിലും വലിയ ഓഫറോ അല്ലെങ്കിൽ ഡീലോ ഒക്കെ ഇതിൻ്റെ പിന്നിൽ നടന്നിരിക്കാം. അങ്ങനെയായിരിക്കാം അവർക്ക് ഇന്ന് യഥാർത്ഥത്തിൽ 10 മണിക്ക് സംപ്രേഷണം ചെയ്യേണ്ടിയിരുന്ന വാർത്ത അവർക്ക് പിൻവലിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ മുക്കേണ്ടി വന്നത്. പകരം സൈബർ അടുത്ത ചതിക്കുഴികൾ എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കുമ്പോൾ മലയാളികൾക്ക് ഇത് ഹരിശ്രീ അശോകൻ പറഞ്ഞ പോലെ ഇത് കണ്ടിട്ടൊന്നും മലയാളി ഞെട്ടില്ല. ഞെട്ടാനും മാത്രം ഇതിലൊരു തേങ്ങ ഇല്ലാതാനും. കാരണം എല്ലാവർക്കും അറിയാം, ഈ സൈബർ ഇടങ്ങളുള്ള കാലത്ത് ഈ നമ്മളൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് ആണെങ്കിലും ശരി, ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ശരി, അതല്ല ട്വിറ്ററോ ഇപ്പോഴത്തെ എക്സോ, ഇതൊക്കെ വരുന്നതിന് മുമ്പും യാഹുവും ഹോട്ട്മെയിലും ഒക്കെ ഉള്ള കാലം, ആ സമയം മുതലേ ഈ സൈബർ അടുത്ത് ചതിക്കുഴികൾ ഉണ്ട്. അന്നു മുതലേ ഇത്തരം അഭ്യാസങ്ങളെല്ലാം ഇവിടെ നടക്കുന്നതാണ്. അപ്പോൾ അന്നു മുതലേ ഇത് കണ്ടും കേട്ടുമൊക്കെ തന്നെയാണ്, വാർത്തകളിലൂടെയൊക്കെ അറിഞ്ഞ് തന്നെയാണ് മലയാളി ഇതുവരെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ മലയാളിയെ സൈബർ അടുത്ത ചതിക്കുഴികൾ എന്ന് പറഞ്ഞൊരു ക്യാപ്ഷനും കൊടുത്തിട്ട് ഒരു തട്ടപ്പെട്ട ഒരു പെൺകുട്ടി വന്നിരുന്ന് ഇതുപോലെ വലിയ കാര്യത്തെ വിളിച്ചു പറയുന്ന കാര്യമൊന്നുമല്ല ഞെട്ടിക്കാനുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ എന്തോ ഉണ്ടായിരുന്നു. അവരത് വളരെ വിദഗ്ധമായിട്ട് മുക്കിയിരിക്കുന്നു. അല്ല എങ്കിൽ അവരത് വെച്ച് വിലപേശൽ നടത്തി അവരുടെ കാര്യം സാധിച്ചതിന് ശേഷം അവർ മറ്റ് പ്ലാൻ ബിയോ പ്ലാൻ സിയോ കാണിച്ച് നമ്മളെ പറ്റിച്ചിരിക്കുകയാണ്. സത്യം, അഭ്യാസങ്ങൾ കാണിക്കുന്നവരെ ജനങ്ങളെല്ലാം കൂടി ഒരു ഞെട്ടിക്കുകയോ പൊട്ടിക്കുകയോ ഒക്കെയാണ് ശരിക്കും ചെയ്യേണ്ടത്. കാരണം ഇത്തരം ഒരു വാർത്ത വെച്ചിട്ട് 10 മണിക്ക് ഞെട്ടിക്കാനും മാത്രം ഒന്നുമില്ല എന്ന് ഈ മാധ്യമത്തിനും അറിയാം, കാണുന്ന നമുക്കും അറിയാം. അപ്പോൾ ഇന്നലെ മുതൽ അവരെന്താണ് ഈ ഇടവിട്ട് പരസ്യം ചെയ്തുകൊണ്ടിരുന്നത്, 10 മണിക്ക് ഞെട്ടാൻ തയ്യാറായിക്കോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സാധനം ഇതല്ല എന്ന കാര്യം സാമാന്യ ബുദ്ധിയുള്ളവർക്ക്, അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒന്നുറപ്പാണ്, എന്തോ വലിയ കളി പിന്നിൽ നടന്നിരിക്കുന്നു.